ഏറ്റവും നിഗൂഢമായ ഒരു ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. മഞ്ഞിനാലാണ് ആ ഭൂഖണ്ഡം പൂർണ്ണമായും മൂടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശവും അന്റാർട്ടിക്കയാണ്. എന്നാൽ ഈ തണുപ്പിനേക്കാൾ ഉപരി നിരവധി കാര്യങ്ങൾ അന്റാർട്ടിക്കയിൽ മറഞ്ഞുകിടക്കുന്നുണ്ട്. അവയിൽ ചിലതാണ് ഇന്ന് നാം നോക്കാൻ പോകുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ കാറ്റ് വീശുന്ന സ്ഥലം അന്റാർട്ടിക്കയാണ്. ഭൂഖണ്ഡത്തിന്റെ ആകൃതിയെ വരെ ആ കാറ്റ് വളരെയധികം സ്വാധീനിക്കുന്നു. 1972 ഫ്രഞ്ച് ബേസിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 320 കിലോമീറ്റർ ആയിരുന്നു. ഒരു ട്രെയിനിന്റെ വേഗതയേക്കാൾ ഇരട്ടിയാണത്. അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികളിൽ നിലവിൽ ലോകത്തെ മൊത്തം ഐസിന്റെ 90%വും ശുദ്ധജലത്തിന്റെ 70%വും ഉൾക്കൊള്ളുന്നു. ആ മഞ്ഞ് മുഴുവൻ ഉരുകിയാൽ ഭൂമിയുടെ സമുദ്രനിരപ്പ് 200 അടി ഉയർത്തുവാൻ ആവശ്യമായ വെള്ളം അവിടെ ഉണ്ടാകും. എല്ലാം ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇങ്ങനെയായിരുന്നില്ല. 100 മില്യൺ വർഷത്തോളം അന്റാർട്ടിക്കയിൽ മഞ്ഞുണ്ടായിരുന്നില്ല. ഏകദേശം 34 വർഷങ്ങൾക്ക് മുൻപാണ് കാലാവസ്ഥ ഈ ഒരു രീതിയിലേക്ക് മാറിയത്. ദിനോസറുകളുടെ വംശനാശത്തിന് കാരണമായ ഐസ് ഏജ് എന്ന പ്രതിഭാസമായിരുന്നു അന്റാർട്ടിക്കയെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. 50 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് അന്റാർട്ടിക്ക സമൃദ്ധമായ വനങ്ങളാലും ദിനോസറുകളുടെ ആവാസ കേന്ദ്രങ്ങളാലും മൂടപ്പെട്ടിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഫോസിലുകൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. 1820 ആളുകൾ ആദ്യമായി കണ്ടെത്തിയപ്പോൾ തദ്ദേശീയ ജനസംഖ്യയില്ലാത്ത ഒരേ ഒരു ഭൂഖണ്ഡമായിരുന്നു അന്റാർട്ടിക്ക. ഭൂഖണ്ഡത്തിന്റെ അവകാശവാദം ഉന്നയിക്കുവാൻ പല രാജ്യങ്ങളും ആ സമയത്ത് ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അന്താരാഷ്ട്ര ഉടമ്പടി ആവശ്യമായിരുന്നു. അന്റാർട്ടിക്കയെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് അന്റാർട്ടിക് ട്രീറ്റി സിസ്റ്റം എന്നറിയപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടി സംവിധാനമാണ്. അന്റാർട്ടിക്കയിലും സമീപത്തായും നിലയുറപ്പിച്ച 12 രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞർ 1959 ഈ ഉടമ്പടി ഒപ്പുവെച്ചു. എല്ലാ വർഷവും ഉൽക്കശിലകൾ ഭൂമിയിൽ ഉടനീളം വീഴുന്നുണ്ട്. അവയെല്ലാം ചെറിയ കല്ലുകളുടെ വലുപ്പമുള്ളതാണ്. 69,000 ഉൽക്കശിലകൾ ഇതുവരെ ഭൂമിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ ഭൂരിഭാഗം കണ്ടെത്തിയിട്ടുള്ളത് അന്റാർട്ടിക്കയിലാണ്. കേൾക്കുമ്പോൾ കുറച്ച് ദുരൂഹത തോന്നുമെങ്കിലും കാര്യം മറ്റൊന്നാണ്. ഭൂമിയിൽ എല്ലായിടത്തും ഈ ഉൽക്കശിലകൾ വീഴുന്നുണ്ട്. അന്റാർട്ടിക്കയിൽ കൂടുതലായി ഒന്നും വീഴുന്നില്ല. എന്നാൽ അന്റാർട്ടിക്കയിൽ നിന്നാണ് നാം കൂടുതലായി കണ്ടെത്തിയിട്ടുള്ളത്. കാരണം വരണ്ടതും തണുത്തതുമാണ് അന്റാർട്ടിക്ക. കാലാവസ്ഥ ഈ പാറകളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. മാത്രവുമല്ല മറ്റു കല്ലുകളില്ലാത്തതും വെളുത്ത നിറത്തിലെ നിലവും ഉൽക്കശിലകളെ എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നു. അന്റാർട്ടിക്കയിൽ 2 സീസണുകൾ മാത്രമേ ഉള്ളൂ, വേനൽക്കാലവും ശൈത്യകാലവും. എന്നാൽ ഈ 2 സീസണുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. വേനൽക്കാലത്ത് 6 മാസത്തെ പകലും ശൈത്യകാലത്ത് 6 മാസം ഇരുട്ടുമാണ് അവിടെ. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവാണ് അവിടെ ഈ പ്രതിഭാസം ഉണ്ടാക്കുന്നത്. വേനൽക്കാലത്ത് അന്റാർട്ടിക്ക സൂര്യനിലേക്ക് ചെരിഞ്ഞ് സ്ഥിരമായി സൂര്യപ്രകാശത്തിലാണ്. ശൈത്യകാലത്ത് ഇത് തിരിച്ചു സംഭവിക്കുന്നത് മൂലം ഭൂഖണ്ഡം ഇരുണ്ടതാകുന്നു. ചൊവ്വ ഗ്രഹത്തെ കൂടുതൽ അറിയാൻ നാസ അന്റാർട്ടിക്കയിലേക്ക് ടീമുകളെ അയച്ചിട്ടുണ്ട്. കാരണം അന്റാർട്ടിക്കയ്ക്കും ചൊവ്വയ്ക്കും സമാനതകളുണ്ട്. രണ്ടിടത്തും തണുപ്പാണ്. 2 സ്ഥലങ്ങളും വരണ്ടതാണ്. നാസ അന്റാർട്ടിക്കയിൽ പരീക്ഷണം നടത്തിയ റോബോട്ടുകളാണ് പിന്നീട് ചൊവ്വയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്.